ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേനോപനിഷത്ത് തുടർന്ന് നോക്കാം. ഓം ആപ്യായന്തു മമാംഗാനി വാക് പ്രാണശ്ചക്ഷുശ്രോത്രമധോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്തു അനിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കഉ ദേവോ യുനക്തി. ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോ യത് വാചോഹ വാചം സ ഉ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷശ്ചക്ഷുരതിമുച്യധീരാഃ പ്രേത്യാസ്മാല്ലോകാദമൃതാ ഭവന്തി. രണ്ടാമത്തെ മന്ത്രത്തിന്റെ സാരമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ മന്ത്രം ഒന്നുകൂടെ ചൊല്ലാം. ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോ യത് വാചോഹ വാചം സൗ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷശ്ചക്ഷുരതിമുച്യധീരാഃ പ്രേത്യാസ്മാല്ലോകാദമൃതാ ഭവന്തി. കഴിഞ്ഞ മന്ത്രത്തില് നമ്മൾ നോക്കി, നാം കോൺഷ്യസ് ആയിട്ടിരിക്കുന്നത്, നമ്മൾ ഉണർന്നിരിക്കുന്നതിന് കാരണം എന്ത്? ആരാണ് നമ്മളെ ഇങ്ങനെ ഉണർത്തി ഇരിക്കുന്നത്? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ശരീരം ജഡമാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ജഡമായ ഒന്ന് ഉണർന്നിരിക്കണമെങ്കിൽ ഒരു ശക്തി അതിന്റെ പുറകിൽ ഉണ്ടായിരിക്കണം. അപ്പോ ആ ഉണർവ് സ്ഥൂല ശരീരത്തിനോ സൂക്ഷ്മ ശരീരത്തിനോ ഉള്ളതല്ല. അല്ലാതെ വേറെ ഒരു ശക്തിയാണ് ഈ സ്ഥൂലത്തിനെയും സൂക്ഷ്മത്തിനെയും ഉണർത്തി ഇരുത്തുന്നത്. അതാണ് ചോദ്യം. എങ്ങനെ നാം ഉണർന്ന് പ്രവർത്തിക്കുന്നു? ആ ഉണർവ് എന്ന സ്വരൂപത്തിന്റെ ശക്തിയുടെ, ആ ഉണർവെന്ന ശക്തിയുടെ സ്വരൂപം എന്ത്? ഇതാണ് ശിഷ്യൻ ചോദിച്ചത്. ഇപ്പൊ ശിഷ്യന്റെ ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ശിഷ്യൻ ചുമ്മാ ചോദിക്കുന്നതല്ല, നല്ല അറിവുള്ള ഒരാളാണ്. ആ അറിവിന്റെ വെളിച്ചത്തിലാണ് ഇത് ചോദിക്കുന്നത് എന്നെല്ലാം നമ്മൾ നോക്കി. അപ്പോ ഗുരു പറയുന്നതാണ്, ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോ യത് വാചോഹ വാചം സ ഉ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷശ്ചക്ഷുരതിമുച്യധീരാഃ പ്രേത്യാസ്മാല്ലോകാദ് അമൃതാ ഭവന്തി. ഇവിടെ ഗുരു ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നു. അതോടുകൂടി ആ ജ്ഞാന ഫലവും കൂടെ വരുന്നുണ്ട്, ആത്മജ്ഞാന ഫലവും വരുന്നുണ്ട്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ ഉത്തരം, ഇവിടെ ഗുരു പറയുന്ന ഉത്തരം മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇനി വരുന്ന മന്ത്രങ്ങള് ഈ ഉത്തരത്തെ കൂടുതൽ സ്പഷ്ടമാക്കുന്ന മന്ത്രങ്ങളാണ് വരാൻ പോകുന്നത് എന്നും പറഞ്ഞു. അപ്പൊ ഏത് തത്വമാണ് ശരീരത്തെയും മനസ്സിനെയും ഉണർത്തിയിരിക്കുന്നത് എന്നതിനൊരു മറുപടിയാണ് ഇവിടെ കിട്ടുന്നത്. ആ തത്വം, ഏതൊരു തത്വമാണോ ഇതിനെ ഉണർത്തിയിരിക്കുന്നത്, ആ തത്വം ചെവിക്ക് ചെവിയായിരിക്കുന്നു, മനസ്സിന് മനസ്സായിരിക്കുന്നു, വാക്കിന് വാക്കായിരിക്കുന്നു, പ്രാണന് പ്രാണനായിരിക്കുന്നു,
കണ്ണിന് കണ്ണായിരിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞപ്പോ എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായിട്ടില്ല. ആരെ പോലെയുള്ളവർക്ക്? നമ്മളെ പോലെയുള്ളവർക്ക്. അപ്പൊ അതിനാൽ ശങ്കരാചാര്യസ്വാമികള് അതിനെ വിചാരം ചെയ്ത് മനസ്സിലാക്കി തരികയാണ് ഈ ഉപനിഷത്തിൽ കൂടി ചെയ്യുന്നത്. ശരിക്കും ചോദ്യത്തിന് ഉത്തരം എന്താണ്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്ക് അപ്പുറം ഒരു ചേതന തത്വം ഉണ്ട്. ആ ചേതന തത്വത്തിന്റെ പേരാണ് ആത്മാ. ഇതാണ് അതിന് ശരിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ പറയുകയാണെങ്കിൽ. ഒരു ചേതന തത്വമുണ്ട്. ആ ചേതന തത്വത്തിന്റെ പേര് ആത്മാ. അറിവ് സ്വരൂപമാണ്. ആ ആത്മാ അറിവ് സ്വരൂപമാണ്. അപ്പൊ നമ്മുടെ അനുഭവം എന്താണ്? ഇനിയാണ് അനുഭവമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇതിനെയൊക്കെ പറഞ്ഞു തരിക. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അനുഭവം എല്ലാം വേറെ ഘടകവിരുദ്ധമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇതിനെങ്ങനെ മനസ്സിലാക്കും? അപ്പോ അനുഭവത്തെ നോക്കാം എന്ന് പറയുന്നു. നമ്മുടെ സ്ഥൂല ശരീരം ഒരു വസ്തുവാണ്. സ്ഥൂല ശരീരം ഒരു വസ്തുവാണല്ലോ. അതായത് ഒരു നൗണി പറയുകയാണെങ്കിൽ ഒരു വസ്തു, നൗൺ. സ്ഥൂല ശരീരത്തിന് പല വിശേഷങ്ങളുണ്ട്. അഡ്ജക്റ്റീവ്സ് പലതും ഉണ്ട് സ്ഥൂല ശരീരത്തിന്. ചെറുത്, വലുത്, പൊക്കം കുറഞ്ഞത്, പൊക്കം കൂടിയത്, വണ്ണം കൂടിയത്, വണ്ണം കുറഞ്ഞത്, കറുത്തത്, ഗോതമ്പിന്റെ നിറമുള്ളത്, വെളുത്തത്, മുടിയുള്ളത്, മുടിയില്ലാത്തത്, ഒരു കണ്ണ് കാണുന്നത്, മറ്റൊരു കണ്ണ് കാണാത്തത്, രണ്ട് കണ്ണും കാണാത്ത ആള്, ചെവിയുള്ളത്, ചെവി കേൾക്കാത്തത്, ഇങ്ങനെ ഒരുപാട് രീതിയിൽ വരാം. ധാരാളം മുടിയുള്ള ആള്, മുടി കുറഞ്ഞ ആള്, അങ്ങനെ പലതരത്തിലുള്ള വിശേഷണങ്ങളും ഈ സ്ഥൂല ശരീരത്തിന് വരാം. ഇപ്പൊ തുണി, നമ്മളൊരു തുണി എടുക്കുകയാണ്. തുണി ഒരു നൗണാണല്ലോ, ഒരു വസ്തുവാണ്. തുണിയുടെ വിശേഷങ്ങൾ എങ്ങനെയാ വരുന്നത്? തുണിയുടെ നിറത്തിലല്ലേ വരിക. ഒരുപാട് നിറങ്ങൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ തുണിയുടെ ഗുണങ്ങൾ. അതേമാതിരി ഗുണങ്ങളും പറയാം. അപ്പോ അങ്ങനെ ഗുണങ്ങളെ കൊണ്ടാണ് വസ്തുക്കളെ പറയുന്നത്. അപ്പോ ഈ വസ്തുവിനെ, അതായത് നൗണിനെ സംസ്കൃതത്തില് ദ്രവ്യം എന്ന് പറയും. ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഭാഗങ്ങള്. സംസ്കൃതത്തിന്റെ ചില പദങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ചില എക്സ്പ്ലനേഷൻസ് ആണ്. സംസ്കൃതത്തില് ദ്രവ്യം എന്ന് നൗണിനെ പറയും. ദ്രവ്യം, സബ്സ്റ്റൻസ് എന്ന് പറയാം. അതിനെ ദ്രവ്യം എന്ന് പറയും, സബ്സ്റ്റൻസ്. അപ്പോ ദ്രവ്യം, ഗുണം, രണ്ട് കാര്യങ്ങളുണ്ട്. ദ്രവ്യങ്ങൾക്കെല്ലാം ഗുണങ്ങളുണ്ട്. പല പല ഗുണങ്ങളെ കാണാം. അപ്പൊ ദ്രവ്യം, ഗുണം, അങ്ങനെ രണ്ട് വാക്കുകൾ നമ്മളിപ്പോ പഠിച്ചു. ദ്രവ്യമാണ് ആധാരം. ദ്രവ്യം എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും ആധാരം. അപ്പൊ കളിമൺ പാത്രം, കളിമൺ പാത്രത്തിന്റെ ആധാരം എന്താണ്? കളിമണ്ണ്. അപ്പൊ ആധാരം എന്ന് പറഞ്ഞാൽ അത് ദ്രവ്യം. അപ്പൊ കളിമണ്ണാണ് ദ്രവ്യം. കളിമൺ പാത്രത്തിന്റെ ദ്രവ്യം കളിമണ്ണ്. ഇനിയോ പല പാത്രങ്ങൾക്ക് പല നിറം കൊടുക്കാൻ പറ്റും, ഇല്ലേ? പല പാത്രങ്ങൾക്ക് പല കളർ, പല നിറം. അപ്പൊ എന്തായി? പല ഗുണങ്ങളായി. അതേപോലെ നമ്മുടെ അനുഭവത്തില് ശരീരം ദ്രവ്യമാണ്. ടാൻജിബിൾ സബ്സ്റ്റൻസ് ആണ് ശരീരം, അല്ലെ? ടാൻജിബിൾ സബ്സ്റ്റൻസ് ആണ്. അതിന് ക്വാളിറ്റീസ് ഉണ്ട്. പല ക്വാളിറ്റീസും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് അതിലെ ഒരു ഗുണം ആണ്. അങ്ങനെ പല ക്വാളിറ്റി ഉള്ളതിൽ ഒരു ക്വാളിറ്റി ആണ് ചേതനമായി ഇരിക്കുന്നത്, അല്ലെ? ഈ ശരീരം ചേതനമായി ഇരിക്കുന്നത്, ഉണർന്നിരിക്കുന്നത് അതിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഉറങ്ങുമ്പോഴോ ജഡം പോലെ ഇരിക്കുന്നു, ഉണരുമ്പോഴോ ചേതനമായിരിക്കുന്നു. ഡെഡ് ബോഡിയിൽ ഈ ചേതന തത്വമുണ്ടോ? ഇല്ല, ഡെഡ് ബോഡിയിൽ ഇത് കാണുന്നില്ല. അപ്പോ ദ്രവ്യത്തിന് ഗുണം ചിലപ്പോൾ അതിൽ ചേർന്നിരിക്കും, ചിലപ്പോൾ അതിൽ ഉണ്ടാവില്ല. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഉറങ്ങും, ഒന്നുകൂടെ അവിടെ മുഴുവൻ പറയാം. ശരീരം ദ്രവ്യം, ഒരു ടാൻജിബിൾ സബ്സ്റ്റൻസ്. അതിന് ക്വാളിറ്റീസ് ഉണ്ട്. അതിലെ ഒരു ക്വാളിറ്റിയാണ് അത് ചേതനമായി ഇരിക്കുന്നു എന്നുള്ളത്. ഉറങ്ങുമ്പോൾ ജഡം പോലെ ആണ് ഇരിക്കുന്നത്, ഉണരുമ്പോൾ ചേതനമായി കാണപ്പെടുന്നു. ഡെഡ് ബോഡിയിൽ, മരിച്ച ഒരാളുടെ ശരീരത്തിൽ ഈ ചേതന തത്വം
കാണുന്നില്ല. അപ്പോ എന്താണ് മനസ്സിലാക്കണ്ടേ? ഈ ഗുണങ്ങൾ, ചേതനതത്വം എന്ന ഗുണം, അതുപോലെ ഗുണങ്ങൾ ദ്രവ്യത്തില് ചില സമയങ്ങളിൽ ഗുണം ചേർന്നിരിക്കും, ചില സമയങ്ങളിൽ ഗുണം ഉണ്ടാകില്ല. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഗുണത്തിന്റെ ലക്ഷണം എന്താണ്? ദ്രവ്യ ആശ്രയ ഗുണ. ഗുണത്തിന്റെ ലക്ഷണം ദ്രവ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കുതിര ഉണ്ടെന്ന് വിചാരിക്കുക. ആ കുതിര ഒരു ദ്രവ്യം, അതിൻ്റെ നിറം ആണ് ഗുണം. ചുവപ്പുണ്ടാകാം, വെള്ളയുണ്ടാകാം, കറുപ്പുണ്ടാകാം, അങ്ങനെ പലതരം പല നിറത്തിൽ കാണാം. അപ്പോ ഈ നിറങ്ങള് ഒരു ദ്രവ്യത്തെ ചേരാതെ നിലനിൽപ്പുള്ളവയല്ല. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ നിറങ്ങള് ഒരു ദ്രവ്യത്തെ ചേരാതെ നിലനിൽപ്പുള്ളവയല്ല. കുതിരയെ ചേരാതെ ചുവപ്പ്, വെള്ള, കറുപ്പ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ ഒരു നിറത്തെ കാണിക്കണമെങ്കിൽ ഒരു ദ്രവ്യം വേണം. ഇപ്പൊ ചുവപ്പ് നിറം, അപ്പൊ ചുവപ്പ് തുണി അല്ലെങ്കിൽ ചുവപ്പ് കടലാസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ദ്രവ്യം കൂടെ ഉണ്ടെങ്കിലേ ആ നിറത്തെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. വെള്ള കടലാസ്, അപ്പൊ വെള്ള നിറത്തെ കാണിക്കണമെങ്കിൽ കടലാസ് വേണം. നിറത്തെ തനിയെ കാണിക്കാൻ പറ്റൂ? ഇതാണ് ചുവപ്പ്, ഇതാണ് പച്ച, ഇതാണ് മഞ്ഞ എന്ന് നിറത്തെ തനിയെ കാണിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് അവിടെ വേണം. ഞാൻ പച്ചയെ കണ്ടു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു വസ്തു അതിന്റെ പുറകിലുണ്ടാവും. ഇന്ന വസ്തു, അതിന്റെ നിറം പച്ചയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ചുമ്മാ പച്ചയെ കണ്ടു എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പച്ചയെ കണ്ടു, എവിടെ? ചുമ്മാ, അങ്ങനെ പറയാൻ പറ്റില്ല. അതുപോലെ ചേതനത്വം, ചൈതന്യം എന്ന ഗുണം ഉടലിൽ, ശരീരത്തിൽ കാണുന്നു. അതുപോലെ ചേതനത്വം അഥവാ ചൈതന്യം എന്ന ഗുണം ഉടലിൽ, അതായത് ശരീരത്തില് കാണുന്നു. സയൻസ് പറയുന്നു കോൺഷ്യസ്നെസ്, ചേതനത്വം ഇപ്പോഴും മിസ്റ്ററിയാണ് എന്ന് പറയും. സയൻസ് അതൊരു മിസ്റ്ററി ആയിട്ടാണ് പറയുന്നത്. ചേതനത്വത്തെ ഒരു മിസ്റ്ററി ആയിട്ട് പറയുന്നു. അതെവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഉണ്ടോ? ശരീരത്തില് ഏത് ജീവിയുടെ, എന്തിന്റെ ആയിക്കോട്ടെ, ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്തുള്ള ആ ചൈതന്യം, മരിച്ച ശേഷം ആ ചൈതന്യത്തിന്റെ ആബ്സൻസ് ഉണ്ട്. ഇതെവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ജനിക്കുമ്പോൾ ഇതുണ്ട്, എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല. മരിക്കുമ്പോൾ ഇത് പോകുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയില്ല. സയൻസിന് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ സയൻസ് എന്താ പറയുന്നത്? കോൺഷ്യസ്നസ് ആണത്, പക്ഷെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ശാസ്ത്രം പറയുന്നുണ്ട്. എന്താ ശാസ്ത്രം പറയുന്നേ? നമ്മുടെ അനുഭവം, കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിലുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. നമ്മുടെ അനുഭവം, ശരീരം എന്ന ദ്രവ്യത്തില് ചേതന തത്വം എന്ന ഗുണം വന്നു പോകുന്നത് പോലെ ഇരിക്കുന്നു എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം എപ്പോഴും ഉൾട്ടായ പറയുക. എങ്ങനെ പറയുന്നു? ശരീരത്തിൽ ഈ ചേതനതത്വം വന്ന് പോകുന്നത് പോലെ ഇരിക്കുന്നു. ചേതനതത്വം എന്നൊരു സംഭവം ഇവിടെ വരുന്നു, പോകുന്നു. ചൈതന്യമാണ് ആധാരം, അങ്ങനെയാണ് പറയത്തുള്ളൂ. ശാസ്ത്രം എപ്പോഴും തിരിച്ചേ പറയുള്ളൂ. ശരീരം ആധാരം, ചൈതന്യം വന്നു പോകുന്നു, അങ്ങനെയല്ല പറയുക. ചൈതന്യമാണ് ആധാരം. നാം നേരത്തെ ഗുണമായി, അഡ്ജക്റ്റീവായിട്ട് കണ്ട ആ ചൈതന്യം, അതാണ് ആധാരം. ഗുണമല്ല, ആ ചൈതന്യം ഒരു ഗുണമല്ല, അത് ആധാരമാണ് എന്നാണ് പറയുന്നത്. തിരിച്ചാണ് ശാസ്ത്രം പറയുക. ചൈതന്യമാണ് ആധാരം. നാം നേരത്തെ ഗുണമായി കണ്ട ആ ചൈതന്യം അത് ആധാരമാണ്, ഗുണമല്ല. ശാസ്ത്രം
അതായത് ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇവിടെ വേദത്തിനെയാണ് പറയുക, മറ്റേതിന് സയൻസ് തന്നെ പ്രത്യേകം പറയും. അപ്പോൾ ശാസ്ത്രം എപ്പോഴും ഇങ്ങനെയാണ് പറയുക. അതാണ് ആത്മതത്വം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ഗുണമല്ല, അത് ആധാരമാണ്. രണ്ടാമതായിട്ട്, ഏതിനെയാണോ നാം ദ്രവ്യം എന്ന് വിചാരിച്ചിരിക്കുന്നത്, ഏതിനെയാണോ സോളിഡ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, ഒന്നിനെയും ആശ്രയിക്കാത്ത ഉടൽ എന്ന് നാം വിചാരിച്ചിരിക്കുന്നുവോ, അതിനെ ആധാരമായ ചൈതന്യത്തിൽ ചേർത്ത് വച്ചിരിക്കുന്ന തത്വം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിനെ ആധാരമായ ചൈതന്യത്തിൽ ചേർത്ത് വച്ചിരിക്കുന്ന തത്വം, അതാണ് ഈ പറഞ്ഞ ആത്മതത്വം എന്ന് ശാസ്ത്രം പറയുന്നു. ഏതിനെ നാം ദ്രവ്യം എന്ന് വിചാരിച്ചുവോ, ഏതിനെയാണോ സോളിഡ് ഒബ്ജക്റ്റ് എന്ന് വിചാരിച്ചുവോ, ഒന്നിനെയും ആശ്രയിക്കാത്ത ഉടൽ അഥവാ ഒന്നിനെയും ആശ്രയിക്കാത്ത ശരീരം എന്ന് വിചാരിച്ചുവോ, അതിനെ ആധാരമായ ചൈതന്യത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന തത്വമാണ് ഈ ചൈതന്യ തത്വം എന്ന് ശാസ്ത്രം പറയുന്നു. സയൻസ് എന്താ പറയുന്നേ? ശരീരത്തെ ആശ്രയിച്ച് ചൈതന്യം നിൽക്കുന്നു. ശരീരം പോയാൽ ചൈതന്യം പോയി, അങ്ങനെ രീതിയില്ല. ശരീരത്തെ ആശ്രയിച്ചാണ് ഈ ചൈതന്യം നിൽക്കുന്നത് എന്ന് പറയുന്നു. ശാസ്ത്രം പറയുന്നു ചൈതന്യത്തെ ആശ്രയിച്ചാണ് ശരീരം നിൽക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര പോട്ടിയാണ്. ഒരാൾ പറയുന്നു ശരീരത്തെ ആശ്രയിച്ച് ചൈതന്യം നിൽക്കുന്നു, മറ്റൊരാൾ പറയുന്നു ചൈതന്യത്തെ ആശ്രയിച്ച് ശരീരം നിൽക്കുന്നു. ഈ ഉപദേശം, ശാസ്ത്രം പറയുന്ന ഉപദേശം പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം നമ്മുടെ അനുഭവം തിരിച്ചാണ്. നമ്മുടെ അനുഭവം തിരിച്ചല്ലേ? ശരീരമില്ലാണ്ടാവുമ്പോ ചൈതന്യം പോയി, അങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ അനുഭവം ഇതുമായിട്ട്, ഈ ശാസ്ത്രം പറയുന്നതുമായിട്ട് യോജിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്. അതാണ് ഉപനിഷത്ത് പറഞ്ഞു തരുന്നത്. നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ അനുഭവത്തിന് വിപരീതമായതിനെ മനസ്സിലാക്കാൻ എളുപ്പമല്ല. അനുഭവത്തിൽ ശരീരത്തെ ആശ്രയിച്ച് ചൈതന്യം നിൽക്കുന്നു, ഉപനിഷത്ത് പറയുന്നു ചൈതന്യത്തെ ആശ്രയിച്ച് ശരീരം നിൽക്കുന്നു എന്ന്. അപ്പോ ഇത് മനസ്സിലാക്കണമെങ്കിൽ പല സ്റ്റെപ്പുകളായിട്ട് പറഞ്ഞു തന്നാലേ നമുക്ക് ആവുള്ളൂ. അതിനാണ് ഒരു ഗുരു വേണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നത്. അതുകൊണ്ടാണ് ഈ വേദാന്തം പഠിക്കണമെങ്കിൽ ഗുരു വേണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പഴയ ഗുരുക്കന്മാര് ചുമ്മാ പുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ല. ഗുരുക്കന്മാര് നേരത്തെ ഉപദേശിച്ചിട്ടുള്ള, നേരത്തെ നമ്മൾ കഴിഞ്ഞ ഉപനിഷത്ത് പഠിച്ചപ്പോൾ പഠിച്ചല്ലോ, ഗുരുക്കന്മാര് പരമ്പരയായിട്ട് പഠിച്ചു വന്ന് കേട്ട് വന്ന് തരുന്ന ഉപദേശങ്ങളെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ വഴിയുള്ളൂ. അപ്പോ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറയുമ്പോ, നേരത്തെ പറഞ്ഞ ശാസ്ത്ര ഉപദേശത്തെ, അതായത് ആധാരമാണ് ചൈതന്യം, അതിനെ ആശ്രയിച്ച് ശരീരം എന്ന ഗുണം, ശരീരത്തെ ഗുണമായിട്ടാണ് ശാസ്ത്രം പറയുക. അവിടെ തിരിച്ചും പറഞ്ഞു. നമുക്ക് ഉപനിഷത്ത് മനസ്സിലാക്കി തരണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഉപനിഷത്ത് തന്നെ നമുക്കിത് ഉപദേശിച്ചു തരണം. അപ്പൊ എങ്ങനെ ഉപദേശിക്കണം എന്ന് നോക്കുമ്പോ, ചില സമയത്ത് ഒരു സ്റ്റെപ്പിൽ നമുക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവും, ചില സമയത്ത് അത് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ കുറിച്ച് ടോട്ടലി ഇഗ്നോറന്റ് ആണെന്ന് വിചാരിക്കുക. ഒരു വസ്തുവിനെ കുറിച്ച് ഒന്നും നമുക്കറിയില്ല. അത് മനസ്സിലാക്കി തരാൻ ഒരു സ്റ്റെപ്പ് മതി, വളരെ എളുപ്പമാണ്. ഇത് ഇന്ന വസ്തുവാണ് എന്ന് പറഞ്ഞു തരാൻ വളരെ എളുപ്പമാണ്. നമുക്കൊന്നും അറിയില്ല, അപ്പൊ പറഞ്ഞു തന്നാൽ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മളൊരു വസ്തുവിനെ മുഴുവനായിട്ട് അറിയില്ല, പക്ഷെ കുറച്ച് അറിഞ്ഞു, ശകലം അറിയാം, മുഴുവനായിട്ട് അറിയില്ല. മാത്രമല്ല തെറ്റായിട്ട് കുറെ അറിഞ്ഞിട്ടുമുണ്ട്. ശരിയായിട്ട് ഉള്ളതല്ല അറിഞ്ഞിരിക്കുന്നത്, തെറ്റായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത്. ഒരു വസ്തുവിനെ കുറിച്ച് കുറച്ച് അറിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഗുരുവിനെ നമ്മളെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്താ കാര്യം? നമുക്ക് തെറ്റായ അറിവുണ്ട്, പക്ഷെ അത് തെറ്റാണെന്ന് നമുക്ക് അറിയൂല, ശരിയായ അറിവില്ല താനും. അപ്പൊ എങ്ങനെ ചെയ്യും? അതിനെ ഇവിടെ പറയുന്നത് വിപരീത ജ്ഞാനം എന്ന് പറയും. ശരിയായിട്ടുള്ള ജ്ഞാനമല്ല, ശരിയായ ജ്ഞാനമില്ല, പോട്ടെ, വിപരീത ജ്ഞാനം ഉള്ളിൽ കയറി കിടക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിടത്ത് ഒരു സ്റ്റെപ്പില് ഗുരുവിന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റില്ല, 2 സ്റ്റെപ്പിൽ കൂടെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ആദ്യം പറഞ്ഞത് എങ്ങനെയാ? ഒരു വസ്തുവിനെ കുറിച്ച് ഒന്നും ഒരാൾക്കറിയില്ല, അത് അഗ്രഹണം.
രണ്ടാമത് പറഞ്ഞതോ കുറച്ച് തെറ്റായിട്ടൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോഴോ അത് വിപരീത ഗ്രഹണം. അതിന് പറയുന്നത് വിപരീത ഗ്രഹണം. അപ്പൊ അഗ്രഹണമുണ്ട്, വിപരീത ഗ്രഹണമുണ്ട്. ഒരു സ്റ്റെപ്പ് തെറ്റായതിനെ മാറ്റാൻ മതിയെങ്കിൽ രണ്ടാമത്തെ 2 സ്റ്റെപ്പ് വേണം ശരിയെ മനസ്സിലാക്കിക്കാൻ. അപ്പോ നേരത്തെ നമ്മളിത് നേരത്തെ ഇത് പല പരീക്ഷത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. കയറ് പാമ്പ് ഉദാഹരണം എടുക്കുമ്പോൾ ആ ഉദാഹരണം തന്നെ ഇവിടെ ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എന്താണ്? കയറിനെ കാണാത്ത ഒരാളോട് ഇതാ കയറ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അയാൾ നോക്കുമ്പോൾ കയറ് കിടക്കുന്നു, ഇതാണ് കയറ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി, ഓക്കെ. രണ്ടാമത്തെ കേസിൽ കയറിനെ കണ്ടിട്ട് പാമ്പാണെന്ന് തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരാൾ, അയാൾ തെറ്റായതിനെയാണ് നമ്മളോട് പറയുന്നത് പാമ്പ് എന്ന് പറയുന്നത്. അയാള് കയറിൽ പാമ്പ് എന്നല്ല പറയുന്നത്, ദേ ആ കയറിൽ പാമ്പാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയല്ല അയാൾ പറയുന്നത്. അയാൾ പറയുന്നത് ദേ പാമ്പ് എന്ന് തന്നെയാ പറയുന്നത്. അവിടെ അയാൾ കയറിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് തന്നെ വിഷയമാണ്, അല്ലേ? ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ അയാൾ കയറിനെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം. അയാൾ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പൊ അയാൾക്ക് കയറിനെ പറ്റിയിട്ടുള്ള ഒരു ജ്ഞാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയം വന്നു. അയാൾക്ക് കയറിനെ കുറിച്ച് ജ്ഞാനമുണ്ടോ? അറിയില്ല, അയാളിപ്പോ പാമ്പെന്നാ പറയുന്നത്. അയാൾ കയറിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കില്ല ചിലപ്പോ. അതുകൊണ്ടായിരിക്കും പാമ്പിനെ മാത്രം കണ്ട ആളായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഈ കയറിനെ കണ്ടിട്ട് പാമ്പെന്ന് പറയുന്നത്. അപ്പൊ കയറിനെ പറ്റി അയാൾക്ക് ഒന്നും അറിയില്ല. പക്ഷെ കയറിന്റെ സ്ഥാനത്ത് പാമ്പ് അയാളിപ്പോ കാണുന്നുണ്ട്. കയറിനെ പറ്റി ഒന്നും അറിയില്ല, കയറിന്റെ സ്ഥാനത്ത് പാമ്പ് എന്ന് പറയില്ല, അറിയുമെങ്കിലും പറയില്ല. ജ്ഞാനവും അജ്ഞാനവും ഉണ്ട് ഇവിടെ. ജ്ഞാനവും അജ്ഞാനവും ഇവിടെ ഉണ്ട്. പാമ്പിനെ പറ്റിയും കയറിനെ പറ്റിയും ശരിക്കറിയില്ല, രണ്ടിനെ കുറിച്ചും ശരിക്കറിയില്ല. പക്ഷേ തെറ്റായിട്ടുള്ളൊരു ജ്ഞാനവും അകത്തുണ്ട്. പാമ്പിനെ കുറിച്ച് തെറ്റായൊരു ജ്ഞാനവും ഉണ്ട് അകത്ത്. ഇവിടെ 2 സ്റ്റെപ്പിൽ കൂടിയേ ഗുരുവിന് ഇത് മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം അയാളുടെ മനസ്സിലുള്ള പാമ്പ് എന്ന ബുദ്ധിയെ നീക്കി കൊടുക്കണം. പാമ്പ് എന്ന ബുദ്ധിയെ നീക്കണം. പിന്നെയോ പാമ്പെന്ന പറഞ്ഞ സ്ഥലത്ത് തന്നെ കയറാണ് എന്ന ശരിയായ ബുദ്ധിയെ ആക്കി കൊടുക്കുകയും വേണം. രണ്ടും വേണം. ആദ്യം പാമ്പ് എന്ന ബുദ്ധിയെ നീക്കണം, പിന്നീട് പാമ്പ് എന്ന പറഞ്ഞ സ്ഥലത്ത് തന്നെ കയറാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതേ സ്ഥലത്ത് തന്നെ പറഞ്ഞു കൊടുക്കണമല്ലോ, അത് പാമ്പല്ല കയറാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. ഇങ്ങനെ അത് 2 സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. ആർക്ക്? തെറ്റായിട്ടുള്ള വിപരീത ജ്ഞാനം ഉള്ള ആൾക്കാർക്ക്. അഗ്രഹണം ഉള്ളവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, വിപരീത ഗ്രഹണമുള്ളവരെ മനസ്സിലാക്കാൻ 2-3 സ്റ്റെപ്പുകൾ വേണം. അതുപോലെ തന്നെയാണ് ആത്മതത്വത്തിലേക്ക് വരുമ്പോൾ അനുഭവം തെറ്റായിട്ടുള്ള കാര്യങ്ങളെയാണ് തന്നിരിക്കുന്നത്. അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ 2-3 സ്റ്റെപ്പിൽ കൂടെയൊക്കെ പോയാലേ പറ്റുള്ളൂ എന്ന് ഗുരു പറയും. നമ്മുടെ അനുഭവത്തില് അപ്പൊ അങ്ങനെ ആത്മതത്വത്തിലേക്ക് വരാം. നമുക്കിനി ആത്മതത്വത്തിൽ ഇത് ജസ്റ്റ് അതിന്റെ ഒരു എങ്ങനെയാ വരണ്ടേ എന്നുള്ളതിന് ഇത്തിരി വിശദീകരണം കൂടുതലുണ്ട് എന്നുള്ളതിന് വേണ്ടി പറഞ്ഞതാ. അപ്പൊ ഇനി ആത്മതത്വത്തിലേക്ക് വരുമ്പോ നമ്മുടെ അനുഭവത്തില് ശരീരം ചേതന തത്വമായിട്ടാണ് ഇരിക്കുന്നത്, ആണല്ലോ. എപ്പോഴും നമ്മൾ ചേതനമായിട്ടാണ് ഇരിക്കുന്നത്. ചേതനതത്വം നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഈ ഉടലിനെ ചേർന്നതാണ് എന്നാണല്ലോ നമ്മളിപ്പോ വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? ഞാനുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നു, ഞാൻ സംസാരിക്കുന്നു, ഞാൻ കാണുന്നു, ഞാൻ സ്പർശിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു. ഉറങ്ങുന്നു, ഞാൻ ഉറങ്ങുന്നു, ഉറങ്ങുന്നതും ഒരു പ്രവൃത്തിയാണ്, ഞാൻ കിടന്നുറങ്ങുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ചേതനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ശരീരത്തെ ചേർന്നതാണ് ഈ ചേതനതത്വം എന്ന് നമ്മൾ വിചാരിച്ചിരിപ്പുണ്ട്. ആദ്യ സ്റ്റെപ്പ് ചേതനതത്വം ശരീരത്തെ ചേർന്നതല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ആദ്യത്തെ സ്റ്റെപ്പില് ചേതനതത്വം ശരീരത്തെ ചേർന്നതല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതായത് ശരീരത്തിൽ ഉള്ള ചേതനതത്വം ശരീരത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്ന് പറയണം. ഇത്തിരി കട്ടിയാണേ, ആ ഭാഗങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. ശരീരത്തിലുള്ള ചേതനതത്വം ശരീരത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്.
ഒരു ആശ്രയം, ശരീരം ഒരു ആശ്രയമല്ല അതിന്. ശരീരം ആശ്രയമാണെങ്കിൽ ശരീരം എപ്പൊക്കെ ശരീരമുണ്ടോ അപ്പൊക്കെ ഈ ചേതനത്വം ഉണ്ടാവണല്ലോ. അങ്ങനെയല്ലല്ലോ അനുഭവത്തിൽ കാണുന്നത്. ഈ ചേതനതത്വം ശരീരത്തെ വിട്ടുപോകുന്നതായിട്ട് കാണുന്നു. അപ്പൊ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ ആദ്യം പറയേണ്ടത് ശരീരത്തിലുള്ള ചേതനതത്വം ശരീരത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്ന് പറയണം. ക്ലാസ്സിലാണ്, അമ്മയെ വിളിക്കുക. അപ്പോ ശരീരത്തിലുള്ള ചേതനതത്വം ശരീരത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്ന് പറയണം. രണ്ടാമതായിട്ട് ചേതനതത്വമാണ് ദ്രവ്യം. ആത്മാ എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ചേതനതത്വമാണ് ദ്രവ്യം, ആത്മാ എന്ന് മനസ്സിലാക്കി കൊടുക്കണം. നാം ഗുണം എന്ന് വിചാരിച്ചിരിക്കുന്നത് ഗുണമല്ല എന്ന് പറയണം. ഗുണമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നത് ഗുണമല്ല എന്ന് പറയണം. ഉടലിൽ ശരീരത്തിൽ കണ്ട ചേതനതത്വത്തെ ആത്മാവിന് കൊടുക്കണം. ശരീരത്തിൽ കണ്ട ആ ചേതനതത്വത്തെ ആത്മാവിലേക്ക് കൊടുക്കണം. ഇവിടെ നമ്മൾ ശരീരത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ആ ചേതനതത്വത്തെ ശരീരത്തിനോട് ബന്ധിച്ച് ശരീരത്തിന്റെ ഒരു ഗുണമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനെ ആത്മാവിലേക്ക് കൊടുക്കണം. ഇവിടെ അനുഭവത്തില് നടന്നിരിക്കുന്നതിന്റെ പേരാണ് അധ്യാസം. അതായത് ശരീരത്തിന് ഈ ചൈതന്യത്തെ ശരീരത്തിന്റെ ആശ്രയമായിട്ട് വെച്ചിരിക്കുന്ന ആ വിചാരത്തിന് അധ്യാസം എന്ന് പറയും. ഒന്നില് മറ്റൊന്നിനെ ആരോപിക്കൽ. ശരീരത്തിന് ഗുണമായിട്ടാണ് ആരോപിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നില് മറ്റൊന്നിനെ ആരോപിക്കൽ എന്ന അധ്യാസം നടന്നു. ഇവിടെ ചേതനതത്വം ആത്മാ എന്ന്, ആത്മതത്വം ശരീരം എന്ന അനാത്മാവും ഉണ്ട്. ശരീരം എന്ന അനാത്മ, ചേതനതത്വം എന്ന ആത്മതത്വം, രണ്ടെണ്ണമാണുള്ളത്. ചേതനതത്വം എന്ന ആത്മ, അതായത് ആത്മതത്വം, ശരീരം എന്ന അനാത്മ. ആത്മാവിന്റെ സ്വരൂപം ചേതനമാണ്. ചേതനമായിട്ടുള്ളത് ആരാണ്? ആത്മ. അനാത്മാവിന്റെ സ്വരൂപം എന്താണ്? അതാണ് ശരീരം. അത് ജഡമാണ്. ആത്മാവിന്റെ സ്വരൂപം ചേതനമാണ്, അനാത്മാവിന്റെ സ്വരൂപം ജഡമാണ്. അതാണ് ശരീരം. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ആത്മാവിന്റെ അറിവ് സ്വരൂപത്തെ ജഡമായ ശരീരത്തിൽ ആരോപിച്ചു വെച്ചിരിക്കുക. ആത്മാവിന്റെ അറിവ് സ്വരൂപത്തെ, ആ ചേതന തത്വത്തെ ജഡമായ ശരീരത്തിൻ്റെത് എന്ന് ആരോപിച്ചു വെച്ചിരിക്കുന്നു. അതിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ശരീരത്തിന്റെ തന്നെ ഒരു ഇതായിട്ടാ നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്നത്. പിന്നീട് ശരീരത്തിന്റെ ധർമ്മങ്ങളെ, ശരീരത്തിന് കുറെ ധർമ്മങ്ങളുണ്ടല്ലോ, ആ ശരീരത്തിന്റെ ധർമ്മങ്ങളെ നമ്മൾ ആത്മാവിൽ ആരോപിച്ചു വെച്ചിരിക്കുക. അതൊക്കെ ആത്മാവിന്റെ ധർമ്മമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. നമ്മൾ ശരീരത്തിന്റെ ധർമ്മങ്ങളെ ആത്മാവിൽ ആരോപിച്ചിരിക്കുന്നു. ഒരു സ്ഥലത്ത് ഇതുണ്ട്, ഇവിടെയുണ്ട്, വേറൊരു സ്ഥലത്തുണ്ട്, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെയാണല്ലോ ഈ ശരീരത്തിനെ വെച്ചിരിക്കുന്നത്. കാലം കൊണ്ട് മാറും, വളരുന്നുണ്ടല്ലോ, കാലം കൊണ്ട് മാറിക്കൊണ്ടേ ഇരിക്കും. ഞാൻ ഇന്നിവിടെയുണ്ട്, ഞാൻ നാളെ വേറൊരു സ്ഥലത്തുണ്ട്, ഞാൻ ഇന്നലെ വേറൊരു സ്ഥലത്തുണ്ടായിരുന്നു, ഞാൻ ഇനി ഒരു സ്ഥലത്തേക്ക് പോകും, അവിടെ കാണും. ഞാൻ ചെറുതായിരുന്നപ്പോൾ, ഞാനിപ്പോൾ വലുതായി, അന്ന് ഞാൻ തീരെ ചെറുതായിരുന്നു, ഇന്ന് എനിക്ക് വയസ്സായി, അന്ന് ഞാൻ ബാലനായിരുന്നു, പിന്നീട് ഞാൻ യൗവനത്തിലായിരുന്നു,
ഇപ്പൊ എനിക്ക് വയസ്സായി. ഇങ്ങനെ നമ്മൾ എല്ലാത്തിനെയും ഞാൻ 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 എന്ന് പറയുന്ന ഈ ആത്മതത്വത്തെയാണ് നമ്മൾ ഇവിടെ എല്ലാത്തിനും എടുക്കുന്നത്. അതാണ് അധ്യാസം. അങ്ങനെ പലതും കാലം കൊണ്ട് മാറ്റമുണ്ടാകുന്നുണ്ട്, സ്ഥലം കൊണ്ട് മാറ്റമുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ശരീരത്തിനുണ്ടാകുന്ന മാറ്റത്തെ മുഴുവൻ എനിക്കുണ്ടാകുന്ന മാറ്റമായിട്ടാണ് പറയുന്നത്, അല്ലേ? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞാണ് ഇത് മുഴുവൻ പറയുന്നത്. ഞാൻ 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 എന്നാണ് പറയുന്നത്. ഇവിടെയാണ് അധ്യാസം നടക്കുന്നത്. ഈ ശരീരത്തെയാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത്, ആത്മാവിനെ അല്ല. നമ്മളിപ്പോ പറയുന്നത് മുഴുവൻ ശരീരത്തെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ശരീരത്തിലാണ് ആരോപിച്ചിരിക്കുന്നത്. മാറ്റം എന്നതിനെ ആത്മാവിൽ കൊടുക്കുന്നു, ആത്മാവിനെ ഞാൻ എന്ന് പറയുന്നു. അതാണ് പ്രശ്നം. ആത്മാവിനെ ഞാൻ എന്ന് പറഞ്ഞ്, അല്ലേ, ഞാൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ശരീരത്തിനാണ് അത്. നമ്മൾ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ പറയുന്നു ഞാൻ മാറുന്നു, ഞാൻ ഇരിക്കുന്നു, ഞാൻ മരിക്കുന്നു, ഞാൻ മരിക്കും എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ശരീരത്തെയാണ് പിടിച്ചിരിക്കുന്നത്. ശരിക്കും ആത്മാവാണ് നമ്മൾ. അങ്ങനെ നമ്മൾ പറയുന്നില്ല. ശരീരത്തിനെ ആത്മാവായിട്ട് കണ്ടുകൊണ്ട് പറയുക. ചൈതന്യത്തെ അല്ല കാണുന്നേ, ആ ശരീരത്തെ കാണുന്നു ആത്മാവായിട്ട്. ഈ തെറ്റായ ധാരണ മാറണമെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണ്ടേ ഗുരു? നീ കാണുന്ന ഈ ശരീരത്തിന്റെ ചേതനത്വത്തിന് എന്ത് കാരണമായിരിക്കുന്നുവോ അതിൻ്റെ പേരാണ് ആത്മാ. നീ കാണുന്ന നിന്റെ ഈ ശരീരത്തിന്റെ ഈ ഉണർവിന്, ഈ അറിവിന്, ഈ ചേതനതത്വത്തിന് കാരണമായിരിക്കുന്നത് എന്തോ അത്, അതിൻ്റെ പേരാണ് ആത്മാ. ഇവിടെ ഇപ്പോ ശ്രോത്രം എന്ന് പറഞ്ഞ എന്താ? ശ്രോത്രം ചെവി. ശ്രോത്രസ്യ ശ്രോത്രം എന്ന് പറഞ്ഞല്ലോ, ചെവി. ചെവി എന്ന ഇന്ദ്രിയം, ആ ശ്രോത്രം ഉണർന്നിരിക്കുന്നതിനാൽ, അത് ആക്റ്റീവായിട്ടിരിക്കുന്നതിനാൽ നാം കേൾക്കുന്നു. ആ ചെവി ആക്റ്റീവാണ്, പ്രവർത്തനക്ഷമതയോടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കേൾക്കുന്നു. പക്ഷെ ചെവിയുള്ള പലർക്കും ആ പ്രവർത്തനക്ഷമത അതിനകത്തില്ല, കേൾക്കുന്നില്ല. അങ്ങനെയുണ്ടല്ലോ. അപ്പോ ഈ ചെവി എന്ന ഇന്ദ്രിയം, അതിന് പുറകില് ഒരു ചേതന തത്വം ഉണ്ട്. ആ ചേതന തത്വം എപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നില്ലയോ, ആ ഒരു ശക്തിയെ അവിടെ കൊടുക്കുന്നില്ലയോ, ആ സമയത്ത് ആ ഇന്ദ്രിയം അതിൻ്റെ പൂർണ്ണ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോ ശ്രോത്രസ്യ ശ്രോത്രം, ചെവിയുടെ കേൾവി എന്ന ആ ശക്തിയെ കൊടുക്കുന്ന, അതാണ് ശ്രോത്രസ്യ ശ്രോത്രം. പിന്നെയോ കണ്ണിന്റെ കാര്യം പറയുകയാണെങ്കിലോ, കണ്ണുണ്ട്, കണ്ണിന്റെ കാഴ്ച ശക്തിയെ തരുന്ന ഒരു ശക്തി അതിന്റെ പുറകിലുണ്ട്. ചക്ഷുഷക്ഷു, കണ്ണിന്റെ പുറകില് കാഴ്ചശക്തിയെ തരുന്നൊരു ശക്തി, അതാണ് ചക്ഷുഷക്ഷു. അപ്പൊ ചെവിയുടെ കേൾക്കുന്ന ശക്തിയായിരിക്കുന്നത് ഏതോ അത് ആത്മാ. ചെവിയുടെ കേൾക്കുന്ന ശക്തിയായി ഇരിക്കുന്നതേതോ അത് ആത്മാ. കണ്ണിന്റെ കാണുന്ന ശക്തിയായി ഏത് ഇരിക്കുന്നുവോ അത് ആത്മാ. കണ്ണിന്റെ കാണുന്ന ശക്തിയായി ഏതിരിക്കുന്നുവോ അത് ആത്മാ. അതായത് ചെവിയുടെ ഉണർവ്, കണ്ണിന്റെ ഉണർവ്, അതുപോലെ മനസ്സിന്റെ ഉണർവ്, അതുപോലെ മനസ്സിന്റെ, അത് നോക്കണം, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കണ്ണിന്റെ ഉണർവ് അത് എന്താണ്? നമ്മുടെ പുറത്ത് കാണുന്ന സ്ഥൂലമായ ഇന്ദ്രിയം. ചെവിയുടെ ഉണർവ് സ്ഥൂലമായ ചെവിയുടെ ഉണർവ്. മനസ്സെന്ന് വരുമ്പോഴേക്കും സൂക്ഷ്മം ആയി, സൂക്ഷ്മേന്ദ്രിയായി. അപ്പൊ അങ്ങനെയുള്ള ആ മനസ്സിന്റെ ഉണർവ്, ഇതൊന്നും
ആ ഇന്ദ്രിയത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ഇന്ദ്രിയം ഉണ്ടെങ്കിൽ ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇവിടുത്തെ ആശ്രയം എന്നുള്ള വാക്ക് സാധാരണ മലയാളത്തിൽ പറയുന്ന ആശ്രയം പോലെ വിചാരിക്കരുത്. ആ ഇന്ദ്രിയം അല്ല അതിന്റെ സോഴ്സ്. ഇന്ദ്രിയമല്ല അത് സോഴ്സ് എന്നാണ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ആ ഇന്ദ്രിയമല്ല അതിന്റെ സോഴ്സ്. കണ്ണിന്റെ കാഴ്ചശക്തിയുടെ സോഴ്സ് കണ്ണല്ല. കണ്ണവിടെ ഉണ്ടെങ്കിലും കാഴ്ചശക്തി ഉണ്ടാവാറില്ല. അപ്പൊ വേറെ ഒരു ശക്തിയാണ് ഇതിനെ കൊടുക്കുന്നത്. ആ ശക്തിയാണ് ആത്മ. അതുപോലെ തന്നെ മനസ്സിനെ, മനസ്സ് സൂക്ഷ്മേന്ദ്രിയമാണ്. അത് പറയാനാണ് ഇത്രയും സ്ഥൂലത്തിലേക്ക് നിന്ന് വരുന്നത്. സ്ഥൂലത്തിൽ നിന്ന് മനസ്സിലേക്ക് വരികയാണ്. മനസ്സൊക്കെ ആത്മാവാന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നുണ്ട്. മനസ്സിനെ ഉണർത്തിയിരിക്കുന്ന ഒരു ശക്തി. അപ്പൊ ആ ഇന്ദ്രിയത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, ഒരു ചേതന തത്വത്തെ ആശ്രയിച്ചാണ് ഈ ചെവിയും കണ്ണും മനസ്സും ഈ ഇന്ദ്രിയങ്ങൾ. അവയുടെ ധർമ്മത്തെ ചെയ്യുന്നത് ആ ചേതന തത്വം ആണ്, ആ ആത്മാ ആണ്. അവരുടെ ധർമ്മത്തെ ചെയ്യുന്നത് എങ്ങനെയാ? ഈ ആത്മശക്തി ഇല്ലെങ്കിൽ, ഈ ചേതനതത്വം ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ ധർമ്മത്തെ ചെയ്യാൻ പറ്റുമോ? കണ്ണിന്റെ കാണുക എന്ന ധർമ്മത്തെ നിർവഹിക്കണമെങ്കിൽ ആരുടെ സപ്പോർട്ട് വേണം? ആര് വേണം? കണ്ണു മാത്രം പോരാ, മനസ്സ് മാത്രം പോരാ, ചെവി മാത്രം പോരാ. അതിനെ പ്രവർത്തിപ്പിക്കുന്ന ആ ആത്മശക്തി വേണം. സാധാരണ അനുഭവം, സാധാരണ നമ്മൾ എന്താ പറയാ? അനുഭവം സത്യം എന്ന് പറയും, അല്ലേ? നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അനുഭവമാണ് സത്യം നമുക്കൊക്കെ, അല്ലേ? ഒരു അനുഭവം വേണം. സത്യം ഇത് സത്യമാണെന്ന് പറയണമെങ്കിൽ അനുഭവം വേണം. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുക. ശാസ്ത്രം വരുമ്പോഴത്തേക്കും അങ്ങനെ അനുഭവം സത്യമല്ല, നേരെ തിരിയും. ഇവിടെ ഇന്ദ്രിയങ്ങൾ ശരിക്കും ജഡമാണ്. ഇന്ദ്രിയങ്ങൾ ശരിക്കും ജഡമാണ്. അതൊക്കെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അവയെ പ്രവർത്തിക്കുന്ന തത്വമാണ് ആത്മ. ഇന്ദ്രിയങ്ങൾ ജഡമാണ്, അവയെ പ്രവർത്തിപ്പിക്കുന്ന തത്വമാണ് ആത്മ. അപ്പൊ അനുഭവമല്ല. ഞാനിത് അനുഭവം കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, അനുഭവമാണല്ലോ. ഈ കണ്ണല്ലേ ശരിയായിട്ടുള്ള തത്വം? കണ്ണ് തന്നെയല്ലേ? ഈ ശരീരം തന്നെയല്ലേ? ശരീരം കൊണ്ടല്ലേ എല്ലാം ചെയ്യുന്നത്? ശരീരം കൊണ്ടല്ലേ ഞാൻ പ്രവർത്തിക്കുന്നേ? ശരീരമല്ലേ ഉണർന്നിരിക്കുന്നേ? ശരീരം തന്നെയല്ലേ ഞാൻ? ഞാനല്ലേ ഈ ശരീരം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ആകാശം അനുഭവത്തില് നമ്മൾ നോക്കുമ്പോൾ ആകാശം എന്ത് കളറാ? നല്ല ക്ലിയർ ആയിട്ടുള്ള ആകാശം എന്ത് കളറാ? നീല കളറാ, അല്ലെ? നീലയാണ് ആകാശത്തിന്റെ നിറം. പക്ഷെ സത്യം അതാണോ? ആകാശത്തിന് നിറമുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് നീലയായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ അനുഭവം സത്യമാണെന്ന് പറയാൻ പറ്റുമോ? ആകാശത്തെ കാണുമ്പോൾ നീലയാണ്. ദേ ആ നീലാകാശം, അല്ലെ? കവിതകളും എല്ലാം എഴുതിയിട്ടുണ്ട്. നീലാകാശം എല്ലാവരും നമ്മൾ അങ്ങനെ പറയുള്ളൂ, നീലാകാശം എന്ന് പറയുള്ളൂ. നീലയാണ്. ദേ നോക്കൂ, ആകാശം നീലയായിട്ടിരിക്കുന്നു, നല്ല തെളിഞ്ഞ നീലാകാശം. സത്യം ആകാശത്തിന് നിറമുണ്ടോ? സത്യത്തില് ഇല്ല. അപ്പോ അനുഭവത്തെ സത്യം എന്ന് പറയാൻ പറ്റില്ല. ഇനി ഭൂമിയുടെ കാര്യം നോക്കാം. ഭൂമി അനുഭവത്തിൽ എന്താ? നമുക്ക് ഭൂമി അനുഭവത്തിൽ എന്താ? പരന്നായിരിക്കുന്നത്, അല്ലെ? സാധാരണ നിലയ്ക്ക് നമ്മൾ നോക്കിയാൽ ഭൂമി പരന്നല്ലേ ഇരിക്കുന്നത്. അനുഭവത്തിൽ ഇപ്പൊ പരന്നാ കാണുന്നത്. പക്ഷേ സത്യത്തിൽ അങ്ങനെയാണോ? ഭൂമി ഒരു ഗോളമല്ലേ? സത്യത്തിൽ ഭൂമി ഗോളമാണ്. പക്ഷെ നമ്മൾ അനുഭവത്തിൽ കാണുമ്പോൾ, സാധാരണ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ പരന്നതാണ്. അപ്പൊ പല അനുഭവങ്ങളെയും നമ്മൾ അതുപോലെ മനസ്സിലാക്കിയാൽ, ശരിയായിട്ട് അനലൈസ് ചെയ്താൽ, ആ അജ്ഞാനം അനലൈസ് ചെയ്താലേ, നന്നായിട്ട് അനലൈസ് ചെയ്താലേ മാറുള്ളൂ. അജ്ഞാനത്തെ ശരിയായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ അത് ജ്ഞാനമായി മാറും. അജ്ഞാനത്തെ അനലൈസ് ചെയ്ത് മാറ്റിയാൽ ജ്ഞാനമാകും. അപ്പോ ഈ അജ്ഞാനം, അതായത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ശരീരമാണ് ഞാൻ എന്ന ആ അജ്ഞാനം എവിടെ നിന്ന് വന്നു? അതിനെ മാറ്റാനാണല്ലോ ഈ വേദാന്തം മുഴുവൻ നമ്മളിപ്പോ പഠിക്കുന്നത്. ഈ അജ്ഞാനം എവിടെ നിന്ന് വന്നു?
ഞാൻ ശരീരം എന്നുള്ള അജ്ഞാനം എവിടെ നിന്ന് വന്നു? അത് ജന്മമെടുക്കുമ്പോൾ തന്നെ കൂടെ ഉള്ളതാണ്. ആത്മാനാത്മ വിവേകം എന്നുള്ളതിനകത്തൊക്കെ ഇതിനെക്കുറിച്ച് വിവരമാവശ്യമായിട്ട് വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇത് കൂടെ ഉള്ളതാണ്. ഇത് നമ്മൾ ജനിച്ച ശേഷം ഉണ്ടാകുന്നതല്ല, നമ്മൾ വരുത്തി തീർക്കുന്ന അജ്ഞാനമല്ല. ഇത് കൂടെ ഉള്ളതാണ്. ബൈ ബർത്ത് ഇത് വരുന്നതാണ്. ഇതിന്റെ ഒറിജിൻ കണ്ടുപിടിക്കാൻ പറ്റില്ല നമുക്ക്. ഇത് എപ്പോ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നേരത്തെ ഒരിക്കൽ ഞാനിത് പറയണ്ടായി. ഇത് നമുക്ക് എപ്പോഴാണ് ഈ അജ്ഞാനം ഉണ്ടായെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. സൃഷ്ടി തുടങ്ങുമ്പോഴേ അവിടെ നിന്ന് ആ ത്രിഗുണങ്ങളിൽ നിന്ന് ഏറ്റക്കുറച്ചിൽ വന്ന് സൃഷ്ടി തുടങ്ങി. അങ്ങനെ ഭഗവാൻ പലതായി മാറട്ടെ എന്ന് വിചാരിച്ച് മാറി അപ്പ തുടങ്ങിയത് സംഭവം. അതിന്റെ ഒറിജിനൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എപ്പോഴാണ് ഈ അജ്ഞാനം ഉണ്ടായേ? അജ്ഞാനത്തിൽ നിന്ന് പ്രവർത്തനം തുടങ്ങി, പ്രവർത്തനത്തിൽ നിന്ന് പാപപുണ്യങ്ങൾ വന്നു, പിന്നെ ശരീരമായി, ഇങ്ങനെ ശരീരം പിന്നെ ശരീരം എടുത്തു. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന്റെ പുറകിലേക്ക് പോയാൽ അതിന്റെ എത്തും പിടിയും കിട്ടത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, ജനിക്കുമ്പോഴേ അജ്ഞാനം ഉണ്ട്. അതാണ് ഇവിടെ ഉപനിഷത്ത് പറഞ്ഞു തരുന്നത്. ഈ അജ്ഞാനം ജനിക്കുമ്പോൾ കൂടെ ഉണ്ട്. ഈ ശരീരത്തെ ഞാൻ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇരിക്കുന്നതെല്ലാം. നമ്മൾ ഇരിക്കുന്നത്, ചലിക്കുന്നത്, എല്ലാ പ്രവൃത്തികളും ഞാൻ ഈ ശരീരം എന്ന് വിചാരിച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരീരമാണ് ചലിക്കുന്നത്, ശരീരമാണ് കാണുന്നത്, ശരീരമാണ് ശ്വസിക്കുന്നത്, ശരീരമാണ് മണക്കുന്നത്, ശരീരമാണ് സ്പർശിക്കുന്നത്, ശരീരമാണ് കേൾക്കുന്നത്, ശരീരമാണ് നടക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, എല്ലാം ശരീരമാണ്. അപ്പൊ ഈ ശരീരം തന്നെയാണ് ചേതന തത്വം എന്ന് നമ്മൾ അജ്ഞാനമായി വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ വിചാരിച്ചിരിക്കുന്നതിന്റെ പേരാണ് അജ്ഞാനം. ഈ ശരീരം തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അജ്ഞാനം. ഇനി നമുക്കതിന്റെ വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കിയിട്ട് ബാക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ശ്രോത്രസ്യ, ശ്രോത്രം. ശ്രോത്രസ്യ എന്ന് പറഞ്ഞാൽ ശ്രോത്രേന്ദ്രിയത്തിന്, ലൈവായിരിക്കുന്ന ചെവിയുടെ, ആക്റ്റീവായ ചെവിയുടെ, കേൾവിശക്തിയോട് കൂടിയ ചെവിയുടെ ശ്രോത്രം, കേൾവിശക്തിക്ക് കാരണമായിരിക്കുന്നത്. അതായത് ശ്രോത്രം എന്ന് പറഞ്ഞാൽ ശബ്ദഗ്രഹണ സാമർഥ്യത്തെ കൊടുക്കുന്നതായിരിക്കുന്നുവോ അത്. കേൾവിശക്തിക്ക് കാരണമായിരിക്കുന്നത് ശ്രോത്രം. ചക്ഷു, ചക്ഷുസ അല്ലെ? ചക്ഷുസ എന്ന് പറഞ്ഞാൽ കാഴ്ച ശക്തിയോട് കൂടിയ കണ്ണിന്റെ ചക്ഷു, കാഴ്ച ശക്തിക്ക് കാരണമായത്. ചക്ഷുഷ എന്ന് പറഞ്ഞാൽ നേത്രേന്ദ്രിയത്തിന്, ചക്ഷുഹു രൂപഗ്രഹണ സാമർഥ്യം നൽകുന്നത്. അപ്പോ ഇവിടെ ശ്രോത്രസ്യ എന്ന് പറയുന്നതും ചക്ഷുഷ എന്ന് പറയുന്നതും ശ്രദ്ധിക്കണം. ശ്രോത്രസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈവായിരിക്കുന്ന ചെവിയുടെ, ആക്റ്റീവായ ചെവിയുടെ എന്നാണ് പറയുന്നത്. ആ കേൾവി ശക്തിയോട് കൂടി ഇരിക്കുന്ന ചെവിയുടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു ആഭാസ ചൈതന്യമാണ്. അങ്ങനെ ഇരിക്കുന്ന ചെവി എന്ന് പറയുമ്പോൾ അതൊരു ആഭാസ ചൈതന്യമാണ് അവിടെ. ശ്രോത്രം എന്ന് പറയുന്നതോ അതാണ് സ്വരൂപ ചൈതന്യം. വളരെ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ശ്രോത്രസ്യ, ശ്രോത്രം. ശ്രോത്രസ്യ എന്നാൽ ലൈവായിരിക്കുന്ന ചെവിയുടെ, ആക്റ്റീവായ ചെവിയുടെ, കേൾവിശക്തിയോടുകൂടിയ ചെവിയുടെ എന്നാണ് അതിന്റെ മീനിങ്. ശ്രോത്രം എന്ന് പറഞ്ഞാൽ കേൾവിശക്തിക്ക് കാരണമായിരിക്കുന്നതേതോ ആ ശക്തി. അപ്പോ ആദ്യം പറഞ്ഞ ശ്രോത്രസ്യ എന്നുള്ളത് ആഭാസ ചൈതന്യം. നമ്മൾ വിചാരിച്ചിരിക്കുന്നു അതാണ്, ചെവിയാണ് അത് ചെയ്യുന്നതെന്ന്. അത് ആഭാസ ചൈതന്യം. ശരിക്കും ചെയ്യുന്നതാരാ? ശ്രോത്രം. അതായത് ആ ഒരു ശക്തി. അതിന്റെ പേരെന്താണ്? സ്വരൂപ ചൈതന്യം. ശ്രോത്രസ്യ എന്നുള്ളത് ആഭാസ ചൈതന്യം, ശ്രോത്രം എന്നുള്ളത് സ്വരൂപ ചൈതന്യം. ആഭാസ ചൈതന്യത്തിന് കാരണമാരാണ്?
അതാണ് ഉപനിഷത്ത്. ശങ്കരാചാര്യസ്വാമി എന്താ സൂപ്പറായിട്ടാണ് ഇതിനെ പറഞ്ഞു തരുന്നത്. ഈ ആഭാസ ചൈതന്യത്തിന് കാരണമായിരിക്കുന്നത് ആരാണ്? ഇവിടെ നിന്നാണ് ഈ ആഭാസം വന്നത്. അത് സ്വരൂപ ചൈതന്യമാണ് തരുന്നത്. ആഭാസ ചൈതന്യത്തിന് കാരണം സ്വരൂപ ചൈതന്യം. ശ്രോത്രസ്യ, ആ പ്രവർത്തനത്തിന് കാരണം ശ്രോത്രം. അപ്പൊ കണ്ണാടിയിൽ നമ്മൾ സൂര്യന്റെ പ്രതിബിംബം കാണും ഇല്ലേ? കണ്ണാടിയിൽ സൂര്യന്റെ പ്രതിബിംബം കാണുന്നു. കണ്ണാടിയിലെ ആ പ്രതിബിംബ സൂര്യന്റെ ആധാരമാരാണ്? ഒറിജിനൽ സൂര്യൻ അല്ലെ? ശരിയായിട്ടുള്ള സൂര്യൻ, അതാണ് ആധാരം. അതിന്റെ പ്രതിബിംബമാണ് കണ്ണാടിയിൽ കാണുന്നത്. സൂര്യൻ അല്ലെ? പ്രതിബിംബത്തിൽ കാണുന്ന സൂര്യന്റെ ആധാരമായ സൂര്യന്റെ സൂര്യൻ. ശ്രോത്രസ്യ ശ്രോത്രം, ചക്ഷുസ ചക്ഷു, മനസോ മനോയത്, വാചോഹ വാചോ. മനസ്സിലായല്ലോ? പ്രതിബിംബം കാണുന്നു സൂര്യന്റെ. ആ സൂര്യൻ ആരാണ്? ആധാരമായ സൂര്യൻ, ഒറിജിനൽ സൂര്യൻ. ആകാശത്തിലെ സൂര്യൻ, അതല്ലേ ഇവിടെ പ്രതിബിംബം കാണേണ്ടത് കണ്ണാടിയിലെ പ്രതിബിംബ സൂര്യന്റെ ആധാരം ആകാശത്തിലെ സൂര്യൻ. അപ്പൊ ആകാശത്തിലെ സൂര്യൻ ആരാണ്? സൂര്യന്റെ സൂര്യൻ, പ്രതിബിംബത്തിൽ കണ്ട സൂര്യന്റെ സൂര്യൻ. അതുപോലെ ശ്രോത്രസ്യ ശ്രോത്രം, എന്നാൽ ചെവിയിൽ കേൾവിശക്തിയായി പ്രവർത്തിക്കുന്ന ശക്തി ആരാണോ അതാണ് ആത്മാ. അവിടേക്കാ കൊണ്ടുവരുന്നത്. ചെവിയല്ല ആത്മാ, ശരീരമല്ല ആത്മാ. ചെവിയുടെ കേൾവിശക്തിയായി പ്രവർത്തിക്കുന്ന ആ ചൈതന്യമാണ് ആത്മാ. ഇവിടെ രണ്ട് അറിവാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് രണ്ട് അറിവ് ഉപനിഷത്ത് ശങ്കരാചാര്യസ്വാമികൾ അതിസുന്ദരമായ വ്യാഖ്യാനത്തിൽ കൂടെ രണ്ട് അറിവ് തരുന്നു. ചെവിയുടെ ശക്തിയാണ് കേൾവി എന്ന് വിചാരിക്കുന്നത് തെറ്റ് എന്ന് മനസ്സിലാക്കി തരുന്നു. എന്ത് സുന്ദരമാണ്! ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ കാര്യം? ഈ ഉപനിഷത്തൊക്കെ പഠിക്കണ്ടേ? അതിനകത്തോട്ട് ചെല്ലുന്തോറും അതിന്റെ സൗന്ദര്യം മനസ്സിലാവുന്നേ സ്വാമിയുടെ. ചെവിയുടെ ശക്തി ആണ് കേൾവി എന്ന് വിചാരിച്ചിരിക്കുന്നത് തെറ്റാണ്. ചെവിയുടെ ശക്തി അല്ല കേൾവി, അതൊരു ഇന്ദ്രിയം മാത്രം. ആ ഇന്ദ്രിയത്തിന് ആത്മാവ് ഒരു ശക്തി കൊടുത്തിട്ട് അതിനെ പ്രവർത്തിപ്പിക്കുമ്പോഴാണ്. അപ്പൊ അത് ആരുടെ ശക്തിയാണ്? ആത്മാവിന്റെ. അനാത്മാവായിട്ടുള്ള ചെവിയുടെ ശക്തിയല്ല. അനാത്മാവിന്റെ അടുത്തുള്ള, നമ്മൾ അനാത്മാവിനെ ചേതനം എന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിലെ അജ്ഞാനത്തെ, ആ അജ്ഞാന തത്വത്തെ, ആ ചേതനം എന്ന് വിചാരിച്ചിരിക്കുന്ന, ചെവി ചേതനമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന തത്വത്തെ മാറ്റി, അത് മാറ്റുന്നു. രണ്ട് കാര്യം ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ രണ്ട് അറിവിനെ തരുന്നു. ശ്രോത്രം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ചെവിയുടെ ശക്തിയാണ് കേൾവി എന്ന് വിചാരിച്ചിരിക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നു. അനാത്മാവിന്റെ അടുത്തുള്ള ചേതന തത്വത്തെ നീക്കുന്നു. അനാത്മാവിന്റെ. ഇനി രണ്ടാമത്, ഉണർവ് തത്വമായി, എനർജി പ്രിൻസിപ്പിളായി ഇരിക്കുന്നതാണ് ആത്മ. ഉണർവ് തത്വമായി എനർജി പ്രിൻസിപ്പിളായിട്ട് ഇരിക്കുന്നത് ആത്മ. ശരീരം, ഇന്ദ്രിയം, മനസ്സ് ഇതെല്ലാം ജഡവസ്തുക്കൾ. അവിടെയെല്ലാം, ആ ജഡവസ്തുക്കളിലെല്ലാം ചേതനമായി ഇരിക്കുന്നത് ആത്മതത്വം. ആ എനർജി പ്രിൻസിപ്പിളാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത്. ശരീരം ജഡമാണ്, മനസ്സ് ജഡമാണ്, ഇന്ദ്രിയങ്ങളെല്ലാം ജഡമാണ്. അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ചേതന തത്വമാണ് ആത്മ. അപ്പൊ ഇവിടെ എന്ത് ജ്ഞാനമാണ് നമുക്ക് ലഭിച്ചത്? എന്ത് ജ്ഞാനമാണ് നമുക്ക് ലഭിച്ചത്? ഇവിടെ ഈ ചൈതന്യം
ചെവിക്ക് ചെവി എന്ന സ്റ്റാറ്റസിനെ, തനിമയെ കൊടുക്കുന്നു അല്ലേ? ചെവിക്ക് ചെവി എന്ന് പറയണമെങ്കിൽ കേൾക്കാനുള്ള ശക്തി വേണം. കേൾവി ശക്തി ഇല്ലെങ്കിൽ പിന്നെ ചെവി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. വെറുതെ അങ്ങനെ ചെവി ഒരു ഇന്ദ്രിയം അങ്ങനെ പുറത്തേക്ക് കാണാന്നുള്ളൂ. അപ്പൊ അതിന് ചെവി എന്ന് പറയണമെങ്കിൽ, ശരിക്കും നമ്മൾ പറയണമെങ്കിൽ, നമ്മളല്ലാതെ പറയാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ചെവി എന്ന് പറയണമെങ്കിൽ കേൾവി ശക്തി ഉണ്ടായിരിക്കണമല്ലോ. അപ്പോ ഈ ചൈതന്യമാണ് അതിന്റെ തനിമയെ അതിന് കൊടുക്കുന്നത്. ഈ ചൈതന്യം ചെവിക്ക് ചെവി, അതായത് കേൾവി ശക്തിയോടെയുള്ള ചെവി എന്ന സ്റ്റാറ്റസ് തനിമയെ കൊടുക്കുന്നതിനാൽ അതിന്റെ സ്വരൂപം, അതായത് ഈ ചൈതന്യത്തിന്റെ സ്വരൂപം കരണങ്ങളിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നു. അത് ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നു, കരണങ്ങളിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നു. അപ്പോൾ ആത്മാവിന്റെ സ്വരൂപം കരണേഭ്യഃ ഭിന്നം. കരണേഭ്യഃ ഭിന്നം, കരണങ്ങൾക്ക് വേറെയായിരിക്കുന്നു, കരണങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നു. കണ്ണ്, കാത് അതൊന്നുമല്ല, അതിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു ശക്തിയാണ്. അതാണ് ഇവിടെ നമുക്ക് കിട്ടിയ ഒരു ജ്ഞാനം. ഇനി രണ്ടാമതൊരു ജ്ഞാനമുണ്ട്. എന്താണ്? വേറെയായിരിക്കുന്നു എന്നാൽ രണ്ടും രണ്ട് സ്ഥലത്ത് എന്ന് തോന്നാം, ഇല്ലേ? ഒരു സാധനം വേറെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പെട്ടെന്ന് തോന്നുക? രണ്ടും രണ്ട് സ്ഥലത്താണ് എന്ന് നമുക്ക് തോന്നും. ആത്മാവ് ഒരു സ്ഥലത്ത്, ചെവി ഒരു സ്ഥലത്ത്, അങ്ങനെയാണോ? രസകരമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. രണ്ടാമത്തെ ജ്ഞാനം, വേറെയായിരിക്കുന്നു എന്നാൽ രണ്ടും രണ്ട് സ്ഥലത്ത് എന്ന് നമുക്ക് തോന്നാം. ആത്മാവ് ഒരു സ്ഥലത്ത്, ചെവി വേറൊരു സ്ഥലത്ത്. അങ്ങനെയാണോ? അങ്ങനെയല്ല. അവിടെ തന്നെയുണ്ട്, ചെവിയുണ്ട്, അവിടെ തന്നെ ഈ കേൾവി ശക്തിയുണ്ട്. അപ്പൊ രണ്ടുപേരും ഒരേ സ്ഥലത്തുണ്ട്. കരണങ്ങളെ വ്യാപിച്ചിരിക്കുന്നു ആത്മാ, അഥവാ ആ ചൈതന്യം, അഥവാ ആ ചേതനതത്വം. കരണങ്ങളെ വ്യാപിച്ചിരിക്കുന്നു. കരണത്തിൽ നിന്നും, ആ ഇന്ദ്രിയങ്ങളിൽ നിന്നും വേറെയാണ്. അതേസമയം ആ ഇന്ദ്രിയങ്ങളിൽ വ്യാപിച്ചും ആ കരണങ്ങളിൽ വ്യാപിച്ചും നിൽക്കുന്നു. ശ്രദ്ധിച്ച്, വളരെ വളരെ ശ്രദ്ധിച്ച് 10 പ്രാവശ്യങ്ങൾ ഇത് കേൾക്കണം കേട്ടോ. കരണത്തിൽ നിന്നും വേറെയാണ്, അതേസമയം കരണത്തിൽ വ്യാപിച്ചും ഇരിക്കുന്നു. സൂര്യൻ കണ്ണാടിയിൽ ഉള്ളതിൽ നിന്നും വേറിട്ടാണ് ആകാശത്തിൽ നിൽക്കുന്നത്, അതേസമയം കണ്ണാടിയിൽ വ്യാപിച്ചും കാണുന്നു. ശരിയല്ലേ? കണ്ണാടിയിൽ വ്യാപിച്ച് കാണുന്നു, അതേസമയം ആകാശത്ത് വേറിട്ട് നിൽക്കുന്നു. അതുപോലെ ചൈതന്യം കരണങ്ങളെ വ്യാപിച്ചും നിൽക്കുന്നു, വേറിട്ടും നിൽക്കുന്നു. വേറെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാറ്റും ആകാശവും. വേറെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാറ്റും ആകാശവും രണ്ടും വേറെയാണ്. പക്ഷെ കാറ്റ് ആകാശത്തിൽ വ്യാപിച്ചിരിക്കുന്നതായിട്ടല്ലേ നമുക്ക് അനുഭവം, അല്ലെ? വായുവായിട്ട് ആകാശത്തിൽ വ്യാപിച്ചല്ലേ ഇരിക്കുന്നത്. രണ്ടും രണ്ടല്ലേ ശരിക്കും പറഞ്ഞ? നമുക്ക് തോന്നുമ്പോഴോ ഒന്നിച്ചിരിക്കുന്ന പോലെ. മൂന്നാമതായിട്ട് കരണങ്ങളുടെ ചേഷ്ടയ്ക്ക് കാരണമായിട്ടും ഇരിക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ ജ്ഞാനം. എന്താണ്? കരണങ്ങളുടെ, ഇൻസ്ട്രുമെന്റ്സുകളുടെ, ഈ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ടയ്ക്ക്, പ്രവർത്തനത്തിന് കാരണമായും ആരിയ്ക്കുന്നു? ഈ ചേതന തത്വം ഇരിക്കുന്നു. പ്രവർത്തിക്കുവാൻ ആര് വേണം? ചൈതന്യം വേണം. ഈ ചൈതന്യ തത്വം ഉണ്ടെങ്കിലേ ഇത് പ്രവർത്തിക്കുള്ളൂ, ഈ ഇന്ദ്രിയങ്ങളൊക്കെ. അപ്പൊ പ്രവർത്തനത്തിന് ആര് വേണം? ഈ ചൈതന്യം വേണം. ഈ ചൈതന്യമാണ് ആത്മാ. ആത്മാ വേണം. അപ്പോ ശരീരമാണോ ആത്മാ? അല്ല. ഈ ചൈതന്യം ഉള്ളിടത്തോളം മാത്രമേ അവ കരണമായിരിക്കുകയുള്ളൂ. ചൈതന്യമില്ലെങ്കിൽ ആ കരണങ്ങളൊന്നും പ്രവർത്തിക്കുകയില്ല. അതാണ് മൂന്നാമത്തെ അറിവ്. അപ്പോ ആരാണ് ആത്മാ? ശരീരമാണോ ചൈതന്യമാണോ? ഞാൻ ആരാണ്? ഞാൻ കേൾക്കുന്നു.
ഞാൻ മണക്കുന്നു, ഞാൻ കാണുന്നു. ഞാൻ ആരാണ്? ശരീരമാണോ? ശരീരമാണെങ്കിൽ മരിച്ചു കിടക്കുമ്പോഴും ഞാൻ മണക്കണം, ഞാൻ കാണണം, ഞാൻ എണീറ്റ് നടക്കണം. മരിക്കൽ എന്നൊരു സംഭവം പാടില്ല. ഈ ശരീരം അങ്ങനെ നിൽക്കണം. അപ്പൊ ഞാനല്ല, ശരീരമല്ല ഞാൻ ആത്മാ. അപ്പൊ നാലാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുന്നു. കാരണത്തിലിരിക്കുന്ന ചേതനത്വം ആത്മാവിനെ ചേർന്നതാണ്. ഒരു 10 മിനിറ്റ് കൂടെ ചിലപ്പോൾ എടുത്തേക്കാം. ഇത് തീർക്കണം. അടുത്ത മന്ത്രം വരെ ഉള്ളതൊന്ന് പറഞ്ഞു നിർത്താം, അല്ലെങ്കിൽ പിന്നെ അതിന്റെ കണക്ഷൻ പോകും. നാലാമതായി പ്രധാനപ്പെട്ട ഒരു കാര്യം, കരണത്തിൽ ഇരിക്കുന്ന ചേതനത്വം ആത്മാവിനെ ചേർന്നതാണ്. കരണസ്യ ചേതനത്വം ആത്മസ്വരൂപം. കരണത്തിലിരിക്കുന്ന ആ കഴിവ്, ആ ഉണർവ്, ആ ശക്തി, അത് ആത്മാവിൻ്റെതാണ്. ഈ 4 സ്റ്റെപ്പ്, ഇപ്പൊ നമ്മൾ 4 സ്റ്റെപ്പ് പറഞ്ഞു. വീണ്ടും കേട്ടു നോക്കുക. 4 സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. ഇത് നമ്മുടെ അനുഭവജ്ഞാനത്തെ മാറ്റും. ഈ 4 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ആ തെറ്റായിട്ടുള്ള ആ അനുഭവത്തെ ശരിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആ അജ്ഞാനം, ആ അനുഭവജ്ഞാനം, അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ചേതനത്വം ഉടലിനെ ചേർന്നത്, ഉടലിൻ്റേത് എന്ന് വിചാരിച്ചിരിക്കുന്നു ഇപ്പോൾ, അല്ലെ? ചേതനത്വം ഉടലിൻ്റേത്, ഉടലിൽ ചേർന്നിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പൊ ഇനി അങ്ങനെയല്ല. ഈ ചേതനതത്വം ഉടലിൻ്റേതൊന്നുമല്ല, ആത്മാവിൻ്റേതാണ് എന്ന് ഈ 4 കാര്യങ്ങളെ കൊണ്ട് മനസ്സിലായി. ചെവിക്ക് ചെവിയായി എന്ന് പറയുമ്പോൾ ചെവിയുടെ കേൾവി എന്ന ഉണർവായി, ശക്തിയായി ഇരിക്കുന്നത് ആത്മാ എന്ന് മനസ്സിലായി നമ്മൾക്കിപ്പോ. അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ആ വിചാരം അവിടെ നിൽക്കട്ടെ. ഇനി ആ അർത്ഥം ഒന്നുകൂടെ നമുക്ക് ആ പാരഗ്രാഫിലെ അർത്ഥങ്ങൾ ഒന്നുകൂടെ നോക്കാം. ശ്രോത്രസ്യ ശ്രോത്രം, ചെവിയുടെ കേൾവി ശക്തിയായി. മനസ്സോ മനഃ, മനസഹ മനഃ, മനസ്സിന്റെ സങ്കല്പശക്തിയായി. മനസ്സിന്റെ സങ്കല്പശക്തിയായി. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി നമ്മൾ ചിന്തകളെ കുറിച്ച് പഠിക്കും മുന്നോട്ട് പോകുമ്പോൾ. ആ സമയത്ത് വളരെയധികം പ്രയോജനം ചെയ്യും ഇതിന്റെ ഈ അർത്ഥം മനസ്സിലാക്കുന്നത്. മനസഹ മനഃ, മനസ്സിന്റെ സങ്കല്പശക്തി. നമുക്കിപ്പോ അങ്ങനെയെന്ന് പറഞ്ഞോണ്ട് ഒരു മനസ്സ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അങ്ങനെയല്ല, മനസ്സിനൊരു സങ്കല്പശക്തിയുണ്ട്. അത് വാചഹ, വാചം, വാക്കിലെ ശബ്ദം, നമ്മൾ പറയുന്ന വാക്കിലെ ശബ്ദമായി. പ്രാണസ്യ പ്രാണഃ, ശ്വസനത്തിലെ ശ്വസന ശക്തി, ശ്വസനത്തിലെ ശ്വസന ശക്തി. ചക്ഷുസു, കണ്ണിന്റെ കാഴ്ചശക്തിയായി. ഓരോ ഇന്ദ്രിയത്തെയും പറഞ്ഞ്, എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഉപനിഷത്ത്? നമ്മളെ ഈ തത്വത്തെ നമ്മളിൽ ഉറപ്പിക്കാൻ ഓരോന്ന് പ്രത്യേകം പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കാണ്. ചെവി, മനസ്സ്, വാക്ക്, പ്രാണൻ, ചക്ഷു, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അതിൻ്റെയൊക്കെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നതാണ് ആത്മാ. അപ്പൊ ഫൈനലായിട്ട് എന്താണ്? ആത്മാവാണ് ചേതനസ്വരൂപം, ശരീരം ജഡസ്വരൂപം, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ജഡം. ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് ഉപനിഷത്ത് ഈ ഒറ്റ മന്ത്രത്തെ കൂടി. എന്നിട്ട് ജ്ഞാനഫലത്തെ പറയുന്നു. അതിന്റെ അവസാനം ജ്ഞാനഫലത്തെ പറയുന്നില്ലേ? എന്താണ് അവിടെ മന്ത്രം വന്നത്? ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോ യത് വാചോ വാചോ സൗ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷു അതിമുച്യധീരാഃ പ്രേത്യാസ്മാൻ ലോകാൻ അമൃതാ ഭവന്തി. അങ്ങനെ ഒരു ജ്ഞാനഫലത്തെ കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിമുച്യധീരാഃ ആരാണ്? ഇത് മനസ്സിലാക്കുന്ന ധീരന്മാർ. ഇത് മനസ്സിലാക്കുന്നവരാരാണെന്നാ പറയണേ ഉപനിഷത്ത്? ഈ ഇത്രയും നമ്മൾ ഈ പറഞ്ഞ 4 കാരണങ്ങളെ വെച്ച്, 4 എക്സ്പ്ലനേഷൻസിനെ വെച്ച് ഈ ആത്മാവാണ് ചൈതന്യം, ആത്മാവാണ് ശരീരം, ആത്മാ അല്ല എന്ന്, ശരീരം ജഡമാണെന്നും ആത്മാവാണ് ഞാൻ എന്ന് പറയുന്നത് ആത്മാവിനെയാണ് നമ്മൾ പറയേണ്ടത്, ശരീരത്തിനെ അല്ല പറയണ്ടേ എന്ന് മനസ്സിലാക്കുന്നവൻ ധീരന്മാർ. അതിമുച്യ ധീരാഹ. അതിമുച്യ എന്നുവെച്ചാൽ ഉപേക്ഷിച്ചിട്ട്,
എന്തിനെ ഉപേക്ഷിച്ചിട്ട്? തെറ്റായ ആ അജ്ഞാനത്തിനെ ഉപേക്ഷിച്ചിട്ട്. എന്താണ് ഇവിടുത്തെ അജ്ഞാനം? ഈ ശരീരത്തിലെ ഞാൻ എന്ന ബുദ്ധിയെ, ശരീരത്തിനെ ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്ന ബുദ്ധിയെ, എന്റെ എന്ന് നമ്മൾ പറയുന്ന ഈ ശരീരത്തിനെ എന്റെ എന്ന് പറയുന്ന ആ ബുദ്ധിയെ, സാധാരണ നമ്മൾ നടന്നു വന്ന എന്ത് പറയും? ഞാൻ നടന്നു വന്നു, എന്റെ കാല് വേദനിക്കുന്നു, എന്റെ കൈ വേദനിക്കുന്നു, എല്ലാം എന്റെ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിനെയാണ് ഉദ്ദേശിക്കുക. അങ്ങനെയുള്ള ആ ബുദ്ധിയെ ഉപേക്ഷിച്ചിട്ട് ഈ ശരീരത്തെ ഞാൻ എന്നും എന്റെ എന്നും പറയുന്ന ആ ബുദ്ധിയെ ധീരന്മാർ ഉപേക്ഷിച്ചിട്ട്, അതിമുച്യ ഉപേക്ഷിച്ചിട്ട്, എന്തിനാണെന്ന് മനസ്സിലായല്ലോ? ധീരാഹ, ധീരന്മാർ ഇതുവരെ ശരീരമാണ് ആധാരം എന്ന് വിചാരിച്ചു എന്ന്. അപ്പൊ അവിടേക്ക് എത്തി, നമ്മൾ പഴയ നേരത്തെ പറഞ്ഞ സംഭവത്തിലേക്ക് എത്തി. ആധാരം ആരാണിപ്പോ? ആത്മാവാണ് ആധാരം. ഇതുവരെ ശരീരമാണ് ആധാരം എന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ ആരെങ്കിലും നമ്മൾ ജഡം എന്ന് പറയാറുണ്ടോ? ആരും പറയില്ലല്ലോ. അതാണ് അനുഭവത്തിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയണേ. നമ്മൾ ശരീരത്തെ ഞാൻ ജഡമാണെന്ന് പറയൂ? ഇല്ല. ആക്ച്വലി ശരീരം ജഡമാണല്ലോ. ആണ്. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പൊ ഞാൻ ജഡമാണെന്ന് ആരും പറയാറില്ല. കാരണം ജഡമായാൽ ഞാൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ശരീരം ജഡമാണ്, പഞ്ചഭൂത നിർമ്മിതമാണ്, ജഡമാണ്. അപ്പൊ ഞാൻ ശരീരമല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടെ പ്രയോഗിക്കണം. അപ്പോൾ ഞാൻ ആരാണ്? ഞാൻ അറിവ് സ്വരൂപമാണ്, ഞാൻ ചൈതന്യമാണ് എന്ന് എനിക്ക് അറിയാം. എന്നിട്ടും ജന്മനാ കിട്ടിയ അജ്ഞാനം മൂലം ശരീരത്തെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തെറ്റായ വിചാരത്തെ ഉപേക്ഷിച്ചിട്ട് ധീരന്മാർ, ധീരാഹ, അതിമുച്യ എന്നുള്ളതിനാണ് ഇത്തരം വിവരങ്ങൾ പറഞ്ഞത്. ധീരാഹ എന്ത് ചെയ്യുന്നു? പ്രേത്യ അസ്മാൻ ലോകാൻ അമൃതാഭവന്തി. അറിവ്, ജ്ഞാനം വന്നാൽ, അറിവ് വന്നാൽ പിന്നെ ചോയ്സ് ഉണ്ടോ? നമുക്കൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ചോയ്സ് ഉണ്ടോ? എന്തിനെ കുറിച്ച് ഒരു അറിവ് കിട്ടിയാൽ പിന്നെ അവിടെ ചോയ്സ് ഇല്ലല്ലോ. അതാണോ ഇതാണോ എന്നുള്ള ചോയ്സ് ഇല്ല. അറിവ് വന്നാൽ ഉടനെ ഫലം വരും. ആത്മജ്ഞാനത്തിന്റെ പ്രത്യേകത ഏതാണ്? അറിവ് വന്നാൽ ഫലം വന്നു, പിന്നെ അതിനു വേണ്ടി വേറൊരു പ്രവർത്തനത്തിന്റെ ആവശ്യമില്ല. കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം അതാണ് പറഞ്ഞത്. കർമ്മഭാഗങ്ങളിലൊക്കെ എന്താണ്? ഒരു കർമ്മം ചെയ്യണം. ഒരു അറിവ് കിട്ടിയിട്ട് ആ അറിവ് കൊണ്ട് ഒരു കർമ്മം ചെയ്താൽ, കർമ്മകാണ്ഡത്തിന്റെ പ്രത്യേകത ഇതാ. ഒരു അറിവ് കിട്ടി, ഇന്ന യാഗം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന മന്ത്രം ജപിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ ഫലം വരുന്നത്. അപ്പൊ അത് ചെയ്യണം, ഒരു കർമ്മമായിട്ട് അത് ചെയ്യണം. ആ അറിവിനെ, ഒരാളൊരു അറിവ് പറയുന്നു. പുത്രകാമേഷ്ടി യാഗം ചെയ്താൽ കുട്ടികൾ ഉണ്ടാവുന്ന ഒരു അറിവ് തരുന്നു. അതേമാതിരി ഇന്ന മന്ത്രം നിങ്ങൾ 21 പ്രാവശ്യം ജപിച്ചാൽ നിങ്ങൾക്ക് ഇന്ന സിദ്ധി ഉണ്ടാവും എന്ന് പറയുന്നു. നിങ്ങളുടെ കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾ 21 പ്രാവശ്യം അമ്പലത്തിൽ പോയാൽ, തൊഴുതാൽ, അവിടെ ഇന്ന വഴിപാട് കഴിച്ചാൽ ഉണ്ടാവും എന്ന് പറയുന്നു. അത് കർമ്മഭാഗമാണ്. അവിടെ അറിവ് ഒരാൾ നമ്മൾ പറഞ്ഞു തന്നു. ഒരു ജ്യോത്സ്യൻ ഒരു അറിവായിട്ട് പറഞ്ഞു, ഇന്ന പൂജ ചെയ്താൽ മതി എന്നൊരു അറിവ് തന്നു. നമ്മൾ എന്ത് ചെയ്യും? ആ പൂജ ചെയ്താൽ മാത്രമേ നമുക്ക് ഫലം കിട്ടുള്ളൂ. അപ്പോ അറിവ് മാത്രം പോരാ, അറിവിന്റെ കൂടെ ഒരു കർമ്മത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ആത്മജ്ഞാനം അങ്ങനെയല്ല. ഇവിടെ ഈ പറഞ്ഞ ഈ ജ്ഞാനം അങ്ങനെയല്ല. ഇതിന് വേറെ പ്രവർത്തികളൊന്നുമില്ല. ഈ അറിവ് ഉണ്ടാകാനാണ് പ്രവർത്തി. ഈ ജ്ഞാനം കിട്ടാനാണ് ഇപ്പൊ നമ്മൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോ ഒരിക്കൽ ഈ ജ്ഞാനം വന്നുവോ അപ്പോൾ അതിന്റെ ഫലമായി കഴിഞ്ഞു. പിന്നെ വേറൊന്നും വേണ്ട. അത് തന്നെയാണ് വേദാന്തത്തിന്റെ പ്രത്യേകത. അത് തന്നെയാണ് ഉപനിഷത്തുക്കളുടെ പ്രത്യേകത. ഉപനിഷത്ത് പഠിച്ചാൽ പിന്നെ ഒന്നും ചെയ്യണ്ട, ഒരു കർമ്മം ചെയ്യണ്ട. ഉപനിഷത്ത് പഠിച്ച് തീരുന്നതോടുകൂടിയിട്ട് ജ്ഞാനം ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞു. അത് പഠിക്കുന്ന ഈ ജ്ഞാനം കിട്ടാനാണ് സകലമായ കർമ്മങ്ങളും ചെയ്യേണ്ടത്. അപ്പോ അറിവ് അഥവാ ജ്ഞാനം വന്നാൽ പിന്നെ ചോയ്സ് ഒന്നുമില്ല. അറിവ് വന്നാൽ അത് ഫലം തനിയെ വരും. ഫലം വന്നില്ലെങ്കിലോ അതിന്റെ അർത്ഥം അറിവ് വന്നില്ല എന്ന് മനസ്സിലാക്കണം. അറിവ് വെറുതെ വരില്ല. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാലേ അറിവ് വരുള്ളൂ. അത് വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് അറിവ് എങ്ങനെ വെറുതെ ഇരിക്കുവോ? അറിവ് വന്നാൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ
ചില അറിവുകൾ കിട്ടിയാൽ അതിന്റെ പുറകിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ എങ്ങനെയല്ല. ഈ അറിവ് തെറ്റായ ഒരു അറിവിനെ മാറ്റിത്തരിക ചെയ്യും. തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നതിനെ ഇത് മാറ്റുന്നു. അപ്പൊ ഈ ശരീരത്തിലെ പ്രേത്യ അസ്മാൻ ലോകാൻ, ഈ ശരീരത്തിൽ നിന്ന് പ്രാരബ്ധം തീർന്ന ഉടൻ, പ്രേത്യ അസ്മാൻ ലോകാൻ എന്നുള്ള അത് പദത്തിന് ഇവിടെ അർത്ഥം ഈ ശരീരത്തിൽ നിന്ന് പ്രാരബ്ധം തീർന്ന ഉടനെ, ശരീരത്തിൽ നിന്ന് പ്രാരബ്ധം വേർപെട്ട ഉടനെ. നമ്മൾ ഈ ശരീരം കിട്ടിയിരിക്കുന്ന പ്രാരബ്ധം കൊണ്ടാണ്. അതൊക്കെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ഇത്രയും വരെ പഠിക്കണമെങ്കിൽ അതൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. ശരീരം കിട്ടിയിരിക്കുന്നത് മുൻജന്മത്തിലുള്ള കർമ്മങ്ങൾ, പാപവും പുണ്യവും ഒക്കെ ചേർന്നിട്ടാണ് ശരീരം വന്നിരിക്കുന്നത്. അപ്പൊ ഇത് പ്രാരബ്ധമുണ്ട് ഇവിടെ. ഈ പ്രാരബ്ധം മുഴുവൻ അനുഭവിച്ച് തീരണം, അല്ലെങ്കിൽ ശക്തമായ സാധന കൊണ്ട് എരിച്ചു കളയണം. അങ്ങനെ പ്രാരബ്ധം തീർന്ന ഉടൻ അമൃതാഭവന്തി, ആര്? ഈ ജ്ഞാനം, നേരത്തെ പറഞ്ഞ 4 സ്റ്റെപ്പിൽ കൂടിയുള്ള ജ്ഞാനം ലഭിച്ച അജ്ഞാനത്തെ മാറ്റിയ വ്യക്തി, ശരീരമല്ല ഞാൻ ആത്മാവാണ്, ശരീരം ജഡമാണ്, ആത്മാ ചൈതന്യ സ്വരൂപമാണ് എന്ന് അറിഞ്ഞ വ്യക്തി പ്രാരബ്ധം തീർന്ന ഉടൻ അമൃതസ്വരൂപമായി തീരുന്നു. വിദേഹമുക്തി എന്നതിന് പറയും. ഇതിനാണ് വിദേഹമുക്തി എന്ന് പറയുന്നത്. ഈ മന്ത്രം ശരിക്കും ഒരു സൂത്രവാക്യം തന്നെയാണ് ഈ മന്ത്രം, അല്ലെ? നമ്മൾ കേട്ടിടത്തോളം ഈ മന്ത്രത്തിന്റെ ശങ്കരാചാര്യസ്വാമി തന്ന വ്യാഖ്യാനം വെച്ച് നോക്കുമ്പോൾ ഈ മന്ത്രം ഒരു സൂത്രവാക്യം തന്നെയാണ്. അത്രയും ആഴത്തിലാണ് ഈ മന്ത്രം പോയിരിക്കുന്നത്, വളരെ ആഴത്തിൽ പോയിരിക്കുന്നു. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ മന്ത്രത്തിന്റെ ചോദ്യവും കഴിഞ്ഞു, രണ്ടാമത്തെ മന്ത്രത്തിൽ കൂടി അർത്ഥവും അതിന്റെ മറുപടിയും പറഞ്ഞു കഴിഞ്ഞു. ആദ്യം ചോദിച്ചു, ഗുരു രണ്ടാമത് മറുപടിയും പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്ന മന്ത്രങ്ങള് ഇപ്പൊ പറഞ്ഞ മറുപടിയുടെ, അതായത് ഇപ്പൊ പറഞ്ഞ ആ വ്യാഖ്യാനം, മറുപടി വ്യാഖ്യാനത്തിന്റെ വിശദീകരണം ഇനിയും വിശദീകരിക്കും. അതിനെ ഇപ്പൊ തന്നെ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. 4 കാര്യങ്ങൾ പറഞ്ഞു വളരെ ഗംഭീരമായിട്ട്. അതിനെ ഇനിയും എക്സ്പാൻഡ് ചെയ്ത് ഒത്തിരി വിശദീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്നിപ്പോ സ്വല്പം സമയം കൂടുതലായി. ഇവിടം വരെ, ഈ മന്ത്രം തീരുന്നിടം വരെ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ തന്നെ പല പ്രാവശ്യം കേട്ടാലേ ഇത് ഉറയ്ക്കുള്ളൂ. ഇത് ഉറയ്ക്കണം. മഹാഭാഗ്യമാണ് നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റുന്നത്. വളരെ, അല്ലേ? നിങ്ങൾക്കിത് കേട്ടപ്പോൾ തന്നെ തോന്നിക്കാണും, ഇത്രയും നല്ല സുന്ദരമായ ആ വ്യാഖ്യാനം ഒന്നും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ കഷ്ടമായി പോയനെ. എന്തായാലും സായീശ്വരൻ അതിനൊരു അവസരം തന്നതിന് ഭഗവാന്റെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഇതിനെല്ലാം അവസരമൊരുക്കി നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങൾ, ഈ ശ്രോതാക്കളുടെ എല്ലാവരുടെയും പാദങ്ങളിൽ അനേകം നമസ്കാരം ചെയ്യുന്നു. ഈ ഭാഗ്യം എനിക്കും തന്നതിന് സായിറാം. എല്ലാവർക്കും സായിറാം. Om Sai Ram, sir. Thank you so much for the detailed explanation. As you said, we have earned a very little. ഒരു കടുക് അളവേ കിട്ടിയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. പക്ഷെ I think we have to go on with that.